കുട്ടികളെ എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം ഇന്നൊരു മാങ്ങാപ്പുളി വെക്കണം വെച്ചിട്ടാണ്. ഉണക്കമീൻ ഇട്ടിട്ട് ഒരു പുളി വെക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ഒരു മീൻ വറുത്തതും പണ്ടൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞിരുന്നു, ഉണക്കമീൻ വെച്ച കറിയും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരി അധികം ഇടേണ്ടി വരുന്നത്. അത് ശരി തന്നെയാണ് കേട്ടോ. ശരിയായ തന്നെയാണ്, വാക്ക് തന്നെയാണ് കേട്ടോ. അത് കൂടുതൽ ഇഷ്ടമുണ്ടാവും എല്ലാ കറികളെക്കാട്ടിലൊക്കെ കേട്ടോ, കഴിക്കാൻ പറ്റുന്നവർക്ക്. ഇതാ 2 മാങ്ങാപ്പൊടിയാണ് വയ്ക്കുന്നത്, മാങ്ങ ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ അത് പച്ചമുളകും തേങ്ങയും. മാങ്ങാപ്പൊടി വെക്കണേലേ ഉണക്കമാന്തലാട്ടോ ഇടുന്നത്. ഉണക്കമാന്തൽ കഴുകി നേരേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം, കുറച്ച് കഞ്ഞിടലും ഒഴിച്ചേക്കണം, എന്നാലേ ഉപ്പ് പോകുള്ളൂ. കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം, എന്നാലേ നല്ല ഉപ്പ് പോകുള്ളൂ കേട്ടോ. ഇത് മാങ്ങ ചെത്തിട്ടിട്ടത്. ആ മാങ്ങക്കുറി ഇല്ല, അവിടെ 2 ഉണ്ടായിരുന്നു, ഒരു അറുത്തുകൊണ്ടുണ്ടാ. ഞാൻ മാങ്ങാപ്പുളി വെക്കാനായിട്ട് അറുത്തുകൊണ്ടുവന്ന മറ്റേ പുളിയിലാണ് വെക്കല്. ഇപ്പം നമ്മൾ മാങ്ങ തോലിയെത്തി ഇനി ചിരണ്ടട്ടെ കേട്ടോ. നമുക്ക് ചട്ടി എടുക്കത്ത് വെച്ചു എന്നിട്ട് മാങ്ങ ഇടണം. മാങ്ങ ചിരങ്ങി ചെറുതാക്കി എല്ലാം കേട്ടോ. ഇതിൽ ലേശം വെള്ളം ഒഴിക്കുക. അങ്ങോട്ട് വെള്ളം ഒഴിച്ചു, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ഇട്ടോ. ഇനി 2 പച്ചമുളക് ഇടുക. ഈ പുളിയൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ, ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. ആദ്യമായിട്ടൊക്കെ അധികം ഇങ്ങനത്തെ പുളി, മീൻ പുളി ഒക്കെ തന്നെയായിരുന്നു. മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തതും. തക്കാളിയൊന്നും അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിൽ തക്കാളിയൊന്നും ഇടാൻ പറ്റില്ല മാങ്ങാപ്പുളിയിൽ. അപ്പോൾ ഞാൻ 4 പച്ചമുളക് കയറിയിരുന്നു കേട്ടോ. മുളക് കയറിയാവാനില്ല കേട്ടോ വർത്തമാനത്തിൻ്റെ ഇടയിൽ. പിന്നെ ലേശം ഉപ്പ് പ്ലേറ്റിൽ അടച്ചിട്ട് ഈ തേങ്ങ ഇറക്കട്ടെ കേട്ടോ. ഇത് മാങ്ങയും പച്ചമുളക് ഇട്ടൊക്കെ നല്ല ഉടഞ്ഞു, നല്ല വെന്തുന്നു. ഇനി നമുക്ക് മാന്തലിടാം, ഉണക്ക മാന്തലിടാം. മാന്തൽ ഇടാം കേട്ടോ. ഇതൊക്കെ നേരെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് നേരമൊക്കെ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചിട്ടോ. അതുകൊണ്ട് ഉപ്പ് പോവാനേ. ഇതൊരു ദിവസം വെച്ച് നോക്കിയാലേ നല്ലതുണ്ടാവും, സ്വാദുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പുളിയൊക്കെ ആയിട്ടോ. തേങ്ങയൊക്കെ അരച്ച് പാർന്നു. തേങ്ങ അരച്ച് പാരാൻ തുടങ്ങിയപ്പോഴേക്ക് വീഡിയോ നിന്നിട്ടോ, അതുകൊണ്ട് കാണിക്കാത്ത. തേങ്ങയൊക്കെ അരച്ച് പാർന്നിട്ടോ. നമുക്ക് വാങ്ങി വയ്ക്കാം. നീ ചെറിയ ഉള്ളി കൊണ്ട് വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. മാങ്ങാപ്പൊടി വെച്ചിട്ട് അപ്പോൾ ഉണക്കമീൻ ലേശം വറുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, രണ്ട് പച്ചമുളകും വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ. ഉണക്കമീനിൽ പച്ചമുളക് പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ? മാന്തളും പിന്നെ എന്താ വേറൊരു മീനും ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെ, ഇന്നത്തെ കറി ഇതൊക്കെയാണ് കേട്ടോ. ഇത് എന്തോ വേറൊരു മീനാണ്.
ഇത് മാന്തൾ. അപ്പോൾ മാന്തൾ വറുത്തതും ഇത് മാങ്ങാപ്പുളിയിലും മീൻ ഇട്ടണം കേട്ടോ. ഒന്ന് കനച്ച് വെക്കട്ടെ, നല്ലൊരു മണമൊക്കെ നല്ല പിടിക്കുള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും പച്ചമുളകും മുറിച്ചിട്ടതും കൂടിയിട്ടൊരു വറവ്. ഇത് പച്ചമുളകും ഉണക്കമാന്തളും കൂടി വറുത്തതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കൊണ്ട് വരാം. വീഡിയോ കണ്ടതിൽ എല്ലാവരോടും നന്ദി.